ഹലോ ഗായ്സ്, ഞങ്ങൾ വീക്കെൻഡൊക്കെ ആയിട്ട് ചുമ്മാ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. ഞാനും എൻ്റെ അനിയനും കുഞ്ഞുണ്ട്. അപ്പം അവൾക്ക് പുറത്തൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. പുറത്തുനിന്ന് കേട്ടാൽ മതി, അല്ലെങ്കിൽ എവിടെയെങ്കിലും കറങ്ങാൻ പോകുന്ന പറഞ്ഞാൽ മതി. അവൾക്ക് അന്നേരം ഒരു അസുഖവും ഇല്ല, ഒരു പ്രശ്നമില്ല, ഒന്നുമില്ല. ഞങ്ങൾ പോകാൻ പോകുന്നത് പത്തനംതിട്ട കോന്നിയിലുള്ള ആനക്കൂടിലോട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിന് അവിടുന്ന് അത്യാവശ്യം ഒരു അരമണിക്കൂർ ദൂരമേ ഉള്ളൂ. ഞങ്ങളിങ്ങനെ റോഡിലൊക്കെ ഒട്ടും വണ്ടിയൊന്നും ഇല്ലായിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, ഭയങ്കര ഒട്ടും ട്രാഫിക് ഇല്ലായിരുന്നു. അപ്പം പോകാൻ നല്ല സ്പീഡിലൊക്കെ ആണ് പോയത്. കുഞ്ഞ് ബാക്കിലിരുന്ന് എൻ്റെ ക്യൂ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര പാട്ടൊക്കെ ആയിരുന്നു. അപ്പം അതൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. നല്ല രാവിലെ ആണെങ്കിൽ ഭയങ്കര മഴയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു കാലാവസ്ഥ മോശമായിരിക്കുന്നു, പോകാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അടുത്ത് നോക്കി ഭയങ്കര വെയിലും അതൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ വെയിൽ രസമെന്നല്ല, പക്ഷെ കുഴപ്പമില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഓൾമോസ്റ്റ് ഇപ്പം എത്താറായി. ട്രാവൽ ഫുള്ള് ഇങ്ങനെ വണ്ടിയിൽ ഫോണും പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ, കുഞ്ഞും ബാഗിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പറ്റത്തില്ലായിരുന്നു. ഇതാണ് എലിഫന്റ് മ്യൂസിയം, അതുപോലെ കോന്നി എക്കോ ടൂറിസം എല്ലാം കൂടി ഇവിടെയാണ്. കോന്നി തന്നെയാണ് ഓൾമോസ്റ്റ്. പത്തനംതിട്ട കോന്നി അവിടെ നിന്ന് ചെറിയൊരു ലെഫ്റ്റ് തിരിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ എത്താവുന്ന സ്ഥലമാണിത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഇവർക്ക് പാർക്കുണ്ടെന്ന് അന്നേരം അറിയില്ല. അത്രയും ആന കാണാൻ മാത്രം പോകാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ പാർക്കുള്ളതിന് പിന്നെ പുള്ളിക്കാരിക്ക് ആനയൊന്നും കാണാൻ പാർക്കിൽ പോയാൽ മതി എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരുന്നു. ചെന്ന് ഫസ്റ്റ് നമുക്കൊരു എൻട്രി പാസ് ഉണ്ട്. വലിയ എൻട്രി റേറ്റ് ഒന്നും ഞാൻ 2 അഡ്രസ്സിനും കുഞ്ഞിന് ചാർജില്ല, 5 ഇയേഴ്സിന് മുകളിൽ ചാർജ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ കയറിയപ്പോൾ ഫസ്റ്റ് നമ്മൾ കയറുമ്പോഴേ കാണുന്ന ഒരു കുഞ്ഞാനയുണ്ട്. അവിടുത്തെ ഏറ്റവും ചെറിയ ആനയാണ്. അപ്പോൾ അതിനെ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. പക്ഷേ അതിനെ കാണാൻ അവിടോട്ട് ചെല്ലാൻ നേരത്തെ ആൾക്ക് പാർക്ക് കണ്ടാൽ മതി, എനിക്ക് ആനയെ കാണണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞാനയെ അവർക്ക് കാണാമെന്ന് പറഞ്ഞിട്ടുള്ള നോക്കുന്ന പോലും ഇല്ല. അവൾ പാർക്കിൻ്റെ സൈഡിലോട്ട് അങ്ങ് പൊക്കോണ്ടിരിക്കുക. അപ്പോൾ ഇവിടെയാണ് കുട്ടി ആന ഉള്ളത്. അപ്പോൾ 2-3 പിള്ളേരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കൊണ്ടായിരുന്നു. അവൾ അങ്ങോട്ട് നോക്കുന്നില്ലാണ്ട് തിരിഞ്ഞു പോവുക വേറെ വഴിക്ക്. 2 വയസ്സുള്ള കുഞ്ഞാനയാണ്. അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുക. ഞാൻ ഇങ്ങനെ കുറേ സൗണ്ടൊക്കെ ഉണ്ടാക്കി വിളിക്കാൻ നോക്കി, ആൾ നോക്കുന്നേ ഇല്ല. പിന്നെ അവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ആനെ നോക്കുന്ന ആ അങ്കിള് വിളിച്ച് ഇങ്ങോട്ട് നോക്കിപ്പിച്ചു. അപ്പം അതിങ്ങോട്ട് വന്നിട്ട് നല്ല ഭയങ്കര ക്യൂട്ടായിരുന്നു അതിനെ കാണാൻ. അപ്പോൾ ഇങ്ങനെ ഭയങ്കര കളി രീതിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കുക അതിനെ ഇറക്കി വിട്ടൂടെ? അപ്പോൾ ഇല്ല, ഭയങ്കര കുറുമ്പാന്നൊക്കെ പറഞ്ഞു. പിന്നെ ആനയുടെ ഡീറ്റെയിൽസ് ഒക്കെ ചെയ്യപ്പെട്ടാണ് 2 വയസ്സേ ഉള്ളൂ. നേരെ നല്ല പാർട്ടിയോട്ട് പോയി. ഞാൻ ഓൾറെഡി അവള് പോയായിരുന്നു. ഞാൻ ആനയൊക്കെ കണ്ടിട്ട് കൊണ്ട് വന്നിട്ട് അവിടെ എത്ര കളിച്ചാലും മതിയാവാത്തൊരു സാധനമാണ് നമുക്ക് സ്ലൈഡ് നിരങ്ങി അയ്യോ ഒന്നും പറയണ്ട. പാർക്ക് അത്യാവശ്യം പാർക്കാണ്. ഒരുപാട് വലിയ ഇതൊന്നുമില്ല. ചെറിയ കുഞ്ഞു വെള്ളറങ്ങുന്ന ചെറിയൊരു ഊഞ്ഞാലും ഇങ്ങനെ കറങ്ങുന്നതും സ്ലൈഡ്സും അങ്ങനെ കുറച്ചൊക്കെ അത്യാവശ്യം പിള്ളേർക്കൊക്കെ ഒരു ടൈം പാസ്സാണ്. അവർക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട, പാർക്ക് മതി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഐസ്ക്രീം വേണമെന്ന് പറയുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ഞാൻ പിന്നെ കുറച്ച് നേരം കളിക്കെട്ടത്തങ്ങ് വിചാരിച്ചു. ഇറങ്ങാൻ പറഞ്ഞു. അവൾക്ക് ആദ്യം ഒരു ചമ്മലുണ്ടായിരുന്നു, പിന്നെ അവൾക്ക് കുഴപ്പമില്ല, പാവട ഇട്ടുകൊണ്ട് അവൾക്ക് ഇങ്ങനെ പാടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവന് കുഴപ്പമില്ല, നീ വാന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എക്കോ ടൂറിസം ഇങ്ങനെ പ്ലാന്റ് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്തു. അപ്പം ഞങ്ങൾ നേരെ പിന്നെ അവിടെ സൈഡിൽ തന്നെ ആയിരുന്നു എലിഫന്റ് മ്യൂസിയം ഉള്ളത്. അപ്പോൾ മ്യൂസിയത്തിലോട്ട് മ്യൂസിയത്തിൽ കയറുമ്പോൾ എന്തുവാ സംഭവം എന്നൊന്നും അറിയത്തില്ല. ഇവളിങ്ങനെ എന്താണ്ട് അവളെ വിചാരിച്ച് അകത്ത് റിയലായിട്ടൊരു ആന നിൽക്കുമെന്ന് വിചാരിച്ചിട്ട് ഓടി കയറിയത്. കയറുമ്പോഴേ ഫസ്റ്റിൽ കാണുന്ന കുറേ ആനകളുടെ പിന്നെ കൊമ്പിൻ്റെ വെറൈറ്റീസ് ആണെന്ന് തോന്നുന്നു. അത് കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. എന്തൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാം വായിച്ചു നോക്കാനുള്ള സമയം ആ ഒരു സിറ്റുവേഷൻ എൻ്റെ കുഞ്ഞ് എനിക്ക് തരാറില്ല. അപ്പോൾ അവൾ ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഓടിച്ച് വീഡിയോയിൽ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാനിങ്ങനെ ഫസ്റ്റ് ഇതൊക്കെയാണ് ആനയുടെ ഡീറ്റെയിൽസും ചെറിയ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ആനയുടെ പടമുള്ള കോയിൽസ് കുറേ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ. പിന്നെ നെക്സ്റ്റ് റൂം എന്ന് പറയുന്നത് ആനയുടെ ഒരു സ്കെൽറ്റൻ ആണ്. കുഞ്ഞ് അതിൻ്റെ അവിടെ ചെന്നിട്ട് പറഞ്ഞു, അയ്യോ ഇത് കുത്താൻ വരുന്നതാണോ എന്നൊക്കെ. ഞാൻ ഇല്ലടാ അത് സ്കെൽറ്റൻ എന്നൊക്കെ പറഞ്ഞ് അവളെ കുറച്ച് സമാധാനിപ്പിച്ചു. പിന്നെ അവിടെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ഏഷ്യൻ എലിഫൻസിനെയും ആഫ്രിക്കൻ എലിഫൻസിനെയും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ അങ്ങനെ കുറേ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അതിൻ്റെ എനിക്ക് നമ്മൾ കെട്ടാനും തളയ്ക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഇങ്ങനെ വീഡിയോയിൽ എടുത്ത് പോയതുകൊണ്ട് വലിയ വിവരമൊന്നുമില്ല. പിന്നെ
വേറൊരു 3 റൂമുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ആനയുടെ തലയോട്ടിയും ആ പാർട്സൊക്കെയാണത്. ഇതാണ് ഒരു ഫുൾ എലിഫൻറ്റിൻ്റെ അവസ്ഥ. ഇതാണ് ഗൈസ്. പിന്നെ അവിടുന്ന് 3ാമതൊരു റൂമുണ്ട്. അവിടെ ഇങ്ങനെ മറ്റേ നമുക്ക് സൗണ്ടൊക്കെ കേൾപ്പിച്ച് തരും. നമുക്കൊരു റിയൽ ഒരു ഫീല് വരാൻ വേണ്ടി പ്രകൃതി നിങ്ങളോട് സംസാരിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ അപ്പോൾ അവിടെ സൗണ്ട് കേൾപ്പിച്ച് തരും. ഓരോ പിക്ചറിൻ്റെ നേരെ ഓരോ ഇതുണ്ടായിരുന്നു. പിന്നെ അത് ഞങ്ങൾ ഐസ്ക്രീമിന് വേണ്ടി കൊതിച്ച ആൾക്ക് ഐസ്ക്രീം വാങ്ങിച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ അവൾ ഉദ്ദേശിച്ച വാനില ഐസ്ക്രീം ആയിരുന്നു. അത് അവിടെ ഇല്ലായിരുന്നു. പിന്നെ ഉള്ളത് വെച്ചിട്ട് പക്ഷേ അത് ഒരു സ്പൂൺ കഴിച്ചിട്ട് അവൾ പറഞ്ഞു എനിക്ക് വേണ്ടതെന്ന് അവൾ എടുത്ത് കളഞ്ഞു. പിന്നെ അവിടെ നമ്മൾ നേരെ നമ്മൾ മുന്നേ ഒരൊറ്റ ആനയിലേ കണ്ടുള്ളൂ. ബാക്കി ആനയെ കാണാൻ വേണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ചെറിയ ഇരിക്കാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ നല്ല കുറേ വൃക്ഷങ്ങളൊക്കെ ഉണ്ട്, ട്രീസൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഇവിടെ 3 ആന ഇങ്ങനെ ഒരേ ലെവലിൽ നിൽപ്പുണ്ട്. 3ഉം പെണ്ണാനകളാണ്. പ്രായമുള്ളവർ ആനകളൊക്കെ 22, 32 ഒക്കെ വയസ്സാണ്. അപ്പം 2 ആന ഇങ്ങനെ തുമ്പിക്കൈ പൊക്കി ഇങ്ങനെ ഹായ് 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 പോലെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതും ഇങ്ങനെ കളിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പ്രായമുള്ളത് 40 വയസ്സുണ്ട് ഇപ്പോൾ കണ്ടതിന്. അപ്പം അവരിങ്ങനെ കാമായിട്ട് ഇങ്ങനെ നിന്ന് കഴിക്കുന്നു. കുറേ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ആന അല്ലെങ്കിൽ ആനയുടെ അടുത്ത് പോകാൻ പറ്റുന്നത്. ഇവളാണെങ്കിൽ ഈ ഗ്യാപ്പിൽ കൂടെ പോകാൻ നോക്കുക. ഞാൻ പിന്നെ അതിനെ പിടിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പം ഇങ്ങനെ കണ്ടിട്ട് ഇതൊക്കെയാണ് ആന. അപ്പോൾ ആ 3 ആനയുടെ ഓപ്പോസിറ്റ് പാവം ഒരുത്തനെ ഇവിടെ ഓപ്പോസിറ്റ് നിർത്തിയിട്ടുണ്ട്. 3 പെണ്ണാനകളെ നോക്കി നിന്നുകൊണ്ട് ഒരു കൃഷ്ണ എന്ന് പറഞ്ഞിട്ടൊരു എലിഫൻറ്റ്. ഇത് മാത്രമേ ഞാൻ ഇവിടെ കൊമ്പനെ കണ്ടുള്ളൂ. നേരത്തെ ഇവിടെ വേറൊരു കൊമ്പനും കൂടെ ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞാനയും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അതിന്നില്ലായിരുന്നു. എന്താണെന്ന് ചോദിച്ചപ്പോൾ അവരോട് ഞാൻ ചോദിച്ചില്ല. പിന്നെ ഞാൻ അനിയൻ്റെ ഈ ഫോൺ കൊടുത്തിട്ട് ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന വീഡിയോ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ കുറച്ച് വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തു. അപ്പോൾ ഞാനവിടെ ഇങ്ങനെ ആനയെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിന് അവൾ കുഞ്ഞോടി വന്നു എനിക്കും കാണണം. എന്നിട്ട് അവൾക്ക് ഞാൻ ഇങ്ങനെ ഓരോ ആനയുടെ പേരൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവൾ ആനയെ വിളിക്കുക, ആന ആ പേരൊക്കെ വെച്ച് വിളിക്കുക. പക്ഷെ അതും ഇങ്ങനെ നോക്കുന്നുണ്ട്, അറിയില്ല. പിന്നെ ഞങ്ങൾ നേരെ പാർക്കിൽ പോയി. ഇടയ്ക്ക് നമ്മളൊരു ചെറിയൊരു ആർട്ട് ഗാലറി പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വീഡിയോ എടുത്തായിരുന്നു. പക്ഷേ അത് ഞാൻ ആഡ് ചെയ്തില്ല. കാരണം കുഞ്ഞ് വന്നിട്ട് അത് ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഷെയ്ക്കായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അതെടുത്തില്ല. പിന്നെ അവൾ വീണ്ടും പാർക്കിൽ പോയി. വീണ്ടും അവൾക്ക് പാർക്കിൽ തന്നെ ഇരുന്നാൽ മതി, എനിക്കിന്ന് വീട്ടിലൊന്നും പോകണ്ട, എനിക്ക് പാർക്കിൽ തന്നെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ അവിടെ കുറച്ച് നേരം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിച്ച് പിന്നെ നമ്മുടെ കുഞ്ഞാന, നേരത്തെ കണ്ട കുഞ്ഞാന ഇങ്ങനെ അതിനെ നോക്കുന്ന ചേട്ടൻ അതിനെ അതുവഴി നടത്തിക്കൊണ്ട് പോയത്. അത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് അതിൻ്റെ അടുത്ത് പോകണം, അതിൻ്റെ കൂടെ നടക്കണം. അപ്പം പുള്ളി പറഞ്ഞ് മാറി നിൽക്കുക, കുഞ്ഞല്ലേ, അതും കുറുമ്പുള്ളതാണ്, ഭയങ്കര കുറുമ്പനാ. അപ്പോൾ അവനെ അടുത്ത് വരല്ലേ, അടുത്തല്ലേ. ഇവക്കാണെങ്കിൽ അടുത്ത് പോയിട്ട് തന്നെ വീഡിയോ എടുത്തേ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു ഇല്ലടാ അത് പോകണ്ട, അവിടെ കയ്യിലൊക്കെ പിടിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ പുറയിൽ ഇങ്ങനെ കുറച്ച് നേരം നടന്നു. അപ്പോഴവിടെ 3D ഇങ്ങനെ 3D ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ അന്നേരം കുഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു സിനിമ കാണാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ പോയി. അപ്പോൾ 3D തിയേറ്ററിലോട്ട് കയറുവാണ്. അപ്പോൾ 3D തിയേറ്ററിൽ ചെന്നപ്പോൾ ഞങ്ങൾ 3 പേരേ ഉള്ളായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളവർ വരാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ബാക്കിയുള്ളവർ വെയിറ്റ് ചെയ്തപ്പോൾ അവൾ കളിച്ച ഡാൻസ് അത്. പിന്നെ ഞങ്ങൾക്ക് 3D ഗ്ലാസ്സൊക്കെ കിട്ടിയപ്പോൾ അവിടുത്തെ ആ ചേച്ചി അതിൻ്റെ യൂസൊക്കെ എങ്ങനെ അത് വെക്കണമെന്നൊക്കെ പറഞ്ഞു തന്ന്. 3D എഫക്റ്റ് വരുന്നുണ്ടെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണിത്. അപ്പം അങ്ങനെ നന്നായി. പിന്നെ ഈ 3Dയിൽ വീഡിയോയ്ക്കകത്തുനിന്ന് നമ്മുടെ ഈ എക്കോ ടൂറിസം എന്താണെന്നും ഈ ആനക്കൂടിൻ്റെ ഇതെന്താണെന്നും അതെല്ലാം രൂപീകരിച്ച് അങ്ങനെ കുറച്ച് ഡീറ്റെയിലിംഗ് ഒക്കെയാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ 3 പേരും പിന്നെ വേറൊരു ഫാമിലി അവർ 4-5 പേരെ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞാണെങ്കിൽ മറ്റേ 3D ആദ്യമായിട്ട് അവള് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം അത് കണ്ടതിൻ്റെ വ്യൂ ഇതെല്ലാം അടുത്ത് വരുന്ന ഭയങ്കര ബഹളമായിരുന്നു. ആനകൾ വസിക്കുന്നത് 12 മുതൽ 15 മണിക്കൂർ വരെ ഭക്ഷണം കഴിച്ച് വനഭാഗങ്ങളിലും പുൽമേടുകളിലും ഇവ ചുറ്റിത്തിരിയുന്നു. പ്രായം ചെന്ന പെണ്ണാനകളാണ് ഗ്രൂപ്പിന്റെ തലപ്പത്ത് ആനക്കൂട്ടത്തെ വീഡിയോയിൽ അത്ര നോർമൽ വീഡിയോയിൽ അത്ര ക്ലിയർ ആവത്തില്ല. പിന്നെ ഞങ്ങൾ വീണ്ടും പാർക്കിൽ പോയി. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതും ഇവളെ കണ്ടതേ ഇല്ല. നോക്കിയപ്പോൾ നേരെ പാർക്കിൻ്റെ അവിടെ പോയി കാണുന്നു ഉറപ്പായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി പാർക്കിൻ്റെ അവിടെ പോയി കളിക്കുമായിരുന്നു. മൊത്തത്തിൽ കാലാവസ്ഥ നല്ലതായിരുന്നു, മഴയല്ല വെയിലും അല്ലാത്തൊരവസ്ഥ. നമ്മൾ 3-3:30 സമയത്താണ് പോയത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വെച്ചിരിക്കുമായിരുന്നു. പിന്നെ അവിടെ നമ്മൾ ഇറങ്ങി നേരെ നമ്മൾ വീട്ടിലോട്ട് പോകണം. അപ്പം ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് എൻ്റെ ഇവിടുത്തെ അമ്പലമാണിത്. അപ്പം അന്നേരം ചെറിയൊരു വെയിലും വൈകിട്ട് രാത്രി ആവാൻ വൈകിട്ടായില്ല, ഒരു 5-5:15 ആയതേ ഉള്ളായിരുന്നു. നമ്മൾ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ അങ്ങനെ പോയി വീട്ടിൽ എത്തിയപ്പോഴാണ് ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിൽ പോയില്ല, അതുകൊണ്ട് പിന്നെ നേരെ ഡാൻസിന് പോയി.
ഇതൊക്കെയാണ് എല്ലാവരോടും പ്രാക്ടീസ് ചെയ്യായിരുന്നു. അങ്ങനെ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് തിരിച്ചു വന്നു. ഹലോ ഗൈസ്, അപ്പം ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. നമ്മൾ ചെറുതായിട്ടൊന്ന് പുറത്തൊക്കെ പോയി വീക്കെൻഡ് ഒന്ന് അടിച്ചു പൊളിച്ച് കറങ്ങി അടിച്ച് വന്നൊരു വീഡിയോ ആണ്. ഇപ്പോൾ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നേ ഉള്ളൂ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.